നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ മോഹൻ. ഞാൻ കാസർഗോഡ് ആസ്ട്രമിംസ് ഹോസ്പിറ്റലിൽ അസോസിയേറ്റ് കൺസൾട്ടൻ്റ് ഇൻ ENT ആയി വർക്ക് ചെയ്യുന്നു. നമ്മുടെ OPയിൽ ഒത്തിരി കുട്ടികളെ കൊണ്ട് പാരൻസ് വരാറുണ്ട് അഡിനോയിഡ്സിൻ്റെ പ്രശ്നമായിട്ട്. അപ്പോൾ ഒത്തിരി പാരൻസ് ഇതേക്കുറിച്ച് കൺസേൺഡ് ആണ്. പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാകും. അപ്പോൾ സംശയങ്ങളൊക്കെ ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടി നമ്മളിന്ന് വെൽക്കം ചെയ്യുന്നു നമ്മുടെ കാസർഗോഡ് ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ENT സർജനായ ഡോക്ടർ ബിപിൻ സർ. വെൽക്കം സർ. താങ്ക്സ്. അപ്പോൾ ഒത്തിരി കുട്ടികൾ നമ്മുടെ OPയിൽ വരാറുണ്ട്. അപ്പോൾ ഈ അഡിനോയിഡ്സ് യഥാർത്ഥത്തിൽ എന്താണ്? ഹായ് മേഘ. നമ്മുടെ OPയിൽ ഒട്ടനവധി കേസുകൾ അഡിനോയിഡിൻ്റെ വരാറുണ്ട്. അഡിനോയിഡ് നമ്മുടെ കുട്ടികളിൽ മൂക്കിൻ്റെ പുറകിലായി കാണുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ദശയാണ്. അത് നോർമലി കുട്ടികളിൽ നമ്മുടെ തൊണ്ടയിലെ ടോൺസിൽ പോലെ നോർമലി കുട്ടികളിൽ കാണാവുന്ന ഒരു ദശ മാത്രമാണ് അഡിനോയിഡ്. നോർമലി അതിനൊരു ഗ്രോത്ത് സൈക്കിൾ ഉണ്ട്. ഒരു 3 to 6 years വരെ അതിൻ്റെ സൈസ് കൂടുകയും പിന്നെ ഒരു 12-13 വയസ്സാകുമ്പോൾ അഡിനോയിഡ് പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ചില കുട്ടികളിൽ ഇതിൻ്റെ അമിതവണ്ണം കാരണം മൂക്കടപ്പുണ്ടാവുകയും അതിനനുബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ കുട്ടികൾ പൊതുവെ കാണാറുമുണ്ട്. ഓക്കെ സാർ, അപ്പോൾ എന്തൊക്കെയാണ് ഈ അഡിനോയിഡിന്റെ ലക്ഷണങ്ങൾ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? അഡിനോയിഡ് കാരണം പൊതുവെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഒന്ന് മൂക്കടപ്പാണ്. കുട്ടികൾ മൂക്കടഞ്ഞിരിക്കുന്ന കാരണം അവരുടെ ശബ്ദം പൊതുവെ മൂക്കടഞ്ഞ ശബ്ദമാണ് വരാറ്. ഇതല്ലാതെ കുട്ടികളിൽ കൂർക്കം വലി, വായ തുറന്നിറങ്ങുക, അടിക്കടി ഉണ്ടാകുന്ന ജലദോഷം, കഫക്കെട്ട്, ഇതൊക്കെയാണ് പൊതുവെ കാണുന്നത്. ചില കുട്ടികളിൽ മൂക്കടഞ്ഞത് കാരണം ചെവി അടയുകയും ചെവിയിൽ കഫം കെട്ടിക്കിടക്കാറുള്ളതും ആകാം. കുറേ കാലമായിട്ട് അഡിനോയിഡ് ഉള്ളത് കാരണം ചില കുട്ടികളിൽ വായ തുറന്നുറങ്ങുന്നത് കാരണവും ഒന്നാമത്തെ വരിയിലെ പല്ലുകൾ തെറ്റായി വരികയും മുഖം കൂർത്തു വരികയും ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ചില പാരൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, എൻ്റെ കുട്ടിക്ക് മൂക്കിൽ ദശയുണ്ട്, അത് നോക്കുമ്പോൾ തന്നെ കാണാമെന്ന് പറയുന്നത്. അഡിനോയിഡ് അങ്ങനെ കാണാവുന്ന ഒന്നാണോ? അല്ല, നമ്മൾ ഡയറക്റ്റ്ലി കാണുന്നത് മോസ്റ്റ്ലി ടെർബിനേറ്റ്സ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് പൊതുവെ അലർജിയിൽ കുറച്ച് സൈസ് കൂടാം, ചില ആൾക്കാരിൽ നോർമലി കുറച്ച് സൈസ് കൂടാം. അഡിനോയിഡ് നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാവുന്ന ഒരു സാധനമല്ല. എങ്ങനെയൊക്കെ നമുക്കിത് കണ്ടുപിടിക്കാം? അഡിനോയിഡ് കണ്ടുപിടിക്കാൻ പൊതുവെ 2 മാർഗങ്ങളാണ് നമ്മൾ നോക്കാറുള്ളത്. ഒന്ന് എക്സ്റേ മൂക്കിൻ്റെ എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ മൂക്കിൻ്റെ പുറകിലായിട്ട് ഒരു നിഴലായിട്ട് നമുക്ക് അഡിനോയിഡ് പൊതുവെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഇപ്പോൾ ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ പൊതുവെ പ്രിഫർ ചെയ്യുന്നത് എൻഡോസ്കോപ്പിയാണ്. വളരെ പെയിൻലെസ് ആയ പ്രൊസീജിയറാണ് ഈ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി. ഇതിലൂടെ നമുക്ക് അഡിനോയിഡിൻ്റെ സൈസ് കറക്റ്റായിട്ട് മനസ്സിലാവുകയും അതിൻ്റെ ഗ്രേഡിങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അഡിനോയിഡിന് എന്തെല്ലാം ചികിത്സാ രീതികളാണുള്ളത്? ഇപ്പോൾ അഡിനോയിഡ് ഡയഗ്നോസ് ചെയ്യുമ്പം പല പാരൻസിനും പേടിയാണ്, പെട്ടെന്ന് സർജറി വേണോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഇതിനുള്ളത്? അഡിനോയിഡ് വന്നു കഴിഞ്ഞാൽ അഡിനോയിഡ് ലക്ഷണങ്ങൾ കാണിക്കാൻ നിങ്ങൾ തീർച്ചയായും ആദ്യം ചെയ്യേണ്ടത് ENT കൺസൾട്ടന്റിനെ കാണുകയാണ്. ആ ഡോക്ടർ അതിൻ്റെ സൈസും പിന്നെ കുട്ടികളിലെ ലക്ഷണത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുക. പൊതുവെ എല്ലാ കുട്ടികളിലും നമ്മൾ എപ്പോഴും ആദ്യം മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നേസൽ സ്പ്രേസ്, അലർജി ഉണ്ടെങ്കിൽ അലർജിയുടെ ഗുളികൾ, അതിൻ്റെ ഒപ്പം സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പമുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കും. അഥവാ പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷവും സിംറ്റംസ് ഒക്കെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സർജറിയിലോട്ട് പോകും. ചില കുട്ടികളിൽ റെയറായി പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ grade 4 അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട് വരാറുണ്ട്. ഇങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ പൊതുവെ സർജറി ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയാറുണ്ട്. ചില സമയത്ത് ഈ അഡിനോയിഡ് സർജറിയുടെ കൂടെ തന്നെ ടോൺസിലിന്റെ സർജറിയും ചിലപ്പോൾ ചെവിയുടെ സർജറിയും വേണ്ടി വന്നേക്കാം. അപ്പോൾ അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് വേണ്ടി വരിക എന്ന് പറയാം? ഇതേ കുട്ടികൾ പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് റിപ്പീറ്റഡ്ലി തൊണ്ടവേദന വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ടോൺസിലിന്റെ സൈസ് ഭയങ്കര കൂടുതലായിട്ടുള്ള കുട്ടികൾ, ഇങ്ങനത്തെ കുട്ടികൾ അഡിനോയിഡിനൊപ്പം നമ്മൾ ടോൺസിലിന്റെ സർജറി, അഡിനോ ടോൺസിലെക്ടമി ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഇതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കിൻ്റെ അടപ്പുള്ളത് കാരണം ചില കുട്ടികളിൽ ചെവി അടപ്പുണ്ടാവുകയും കേൾവിക്കുറവ് അല്ലെങ്കിൽ ചെവി വേദനയൊക്കെ ഉണ്ടാവും. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷവും ഈ ചെവിയിൽ കഫം കെട്ടി കിടക്കുന്നത് കുറവില്ല, അവരുടെ കേൾവിക്കുറവ് അതേപോലെ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചെവിയുടെ പാടയിൽ ഒരു ചെറിയ സുഷിരം ഉണ്ടാക്കിയിട്ട് അതിലെ കഫം എടുത്ത് കളയും. ഗ്രോമെറ്റ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ ഉള്ള വെള്ളം എടുത്ത് കളയാൻ പറ്റും. ഓക്കെ സാർ, അപ്പോൾ സർജറി പറയുമ്പോൾ പല പാരൻസിനും വല്ലാണ്ട് പേടിയാണ്. ശരിക്കും അത്രയും പേടിക്കേണ്ട ഒന്നാണോ അഡിനോയിഡ് സർജറി? അഡിനോയിഡ് സർജറി സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട ഒന്നല്ല. നമ്മൾ ഡേ കെയർ പ്രൊസീജിയറായിട്ടാണ് നമ്മളിവിടെ ആസ്ട്രമിംസ് കാസർഗോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ള അഡിനോയിഡ് നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പിക് അഡിനോയിഡക്ടമിയാണ്. അതായത് പുറത്ത് മുറിവോ പാടോ ഒന്നും ഉണ്ടാകുന്നതല്ല. നമ്മളിവിടെ ആസ്ട്രമിംസിൽ നൂതന മാർഗങ്ങളായ കോബ്ലേറ്റർ അഡിനോയിഡക്ടമി അല്ലെങ്കിൽ മൈക്രോഡിബ്രൈഡർ അസിസ്റ്റഡ് അഡിനോയിഡക്ടമിയാണ് ചെയ്യുന്നത്. കോബ്ലേഷൻ അഡിനോയിഡക്ടമിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ലോ ടെമ്പറേച്ചേഴ്സ് ആണ്, 40 to 60 ഡിഗ്രി. അത് ഉപയോഗിച്ച് നമ്മൾ മൂക്കിൻ്റെ പുറകിലെ അഡിനോയിഡിനെ അലിയിച്ച് കളയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വളരെ ലോ ടെമ്പറേച്ചർ കാരണം കുട്ടിക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പെയിൻ തീരെ ഉണ്ടാവത്തില്ല. അതുപോലെ കുട്ടികൾക്ക് റെഗുലർ ആക്ടിവിറ്റീസ് സ്കൂളിൽ പോകുന്നൊക്കെ 1-2 ദിവസം കൊണ്ട് തന്നെ തിരിച്ച് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് സർജറി സമയത്തുള്ള ബ്ലീഡിങ് കുറയ്ക്കാനും. കറക്റ്റ്, വളരെ കറക്റ്റ്. ഇത് കോബ്ലേഷനിൽ ഭയങ്കര കുറവാണ്. കോബ്ലേഷനിൽ അഡിനോയിഡക്ടമിയിൽ ബ്ലീഡിങ് വളരെ വളരെ കുറവാണ്. സർ, നമ്മളിവിടെ ആസ്റ്റർ മിംസിൽ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഈ അഡിനോയിഡ് സർജറിക്കായിട്ട്? അഡിനോയിഡ് സർജറി നമ്മൾ ഉപയോഗിക്കുന്നത് കോബ്ലേഷൻ ടെക്നിക്കാണ്. കോബ്ലേഷൻ ടെക്നിക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ വാൻഡ് ഉപയോഗിച്ചിട്ട് അതിന്റെ മൂക്കിന്റെ പുറകിലെ അഡിനോയിഡ് ടിഷ്യൂവിനെ വളരെ വളരെ ലോ എൻഡോസ്കോപ്പിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് വളരെ ലോ ടെമ്പറേച്ചറിൽ മൂക്കിന്റെ പുറകിലെ അഡിനോയിഡിനെ നമ്മൾ അലീച്ചുകളെയാണ് പ്ലാസ്മ എന്നുള്ള സ്റ്റേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് അതിനെ അലീച്ചുകളെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ ലോ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നത് കാരണം ഇതിൽ കുട്ടികൾക്ക് പെയിൻ തീരെ ഉണ്ടാവത്തില്ല. റെഗുലർ മയക്കിയിട്ട് ജനറൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് ആ പെയിനും അറിയത്തില്ല. വൺസ് പേഷ്യന്റ് ജനറൽ അനസ്തേഷ്യ ഔട്ട് ആവുമ്പോൾ നമുക്ക് വീട്ടിലോട്ടേക്ക് വിടാൻ പറ്റുന്ന ഇങ്ങനത്തെ കുട്ടികളെ ഒരു ഡേ കെയർ സർജറി ആയിട്ടാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. രാവിലെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ വരുന്നു, ഓപ്പറേഷൻ കഴിയുന്നു, വൈകിട്ടോടെ വീട്ടിലോട്ട് പോകാം. അവർക്ക് 1-2 ദിവസം കൊണ്ട് അവരുടെ സ്കൂളിലേക്ക് പോകാം, അവരുടെ റെഗുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വളരെ കുറവുള്ളതാണ് ഈ കോബ്ലേഷൻ അഡിനോയിഡ്. ബ്ലീഡിംഗ് ഒക്കെ വളരെ വളരെ കുറവാണ്. കാരണം ഇത് കരിച്ച് കളയുന്ന സർജറി ആയതുകൊണ്ട് നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ വളരെ കുറവായിട്ട് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അത് ഒത്തിരി നാളത്തെ കുട്ടിയുടെ ഒരു പ്രശ്നം ഒരു ദിവസത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. അത് മാത്രമല്ല അവരുടെ ചെവിയുടെ അടപ്പ്, അവരുടെ കേൾവിക്കുറവ് തുടങ്ങിയ സിംറ്റംസ് ഒക്കെ ഈ ഒരു അഡിനോയിഡക്ടമിയിൽ നിന്നും അവർക്ക് നല്ല മോചനം കിട്ടാറുണ്ട്. ഈ അഡിനോയിഡ് ഉള്ള കുട്ടികൾ ചിലപ്പോ രാത്രിയിൽ ചെവിവേദന പറയാറുണ്ട്. അപ്പൊ അതിന് എന്താണ് റീസൺ? എന്താ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കും ചെവിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അപ്പോൾ കുട്ടികൾക്ക് ഈ അഡിനോയിഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ പുറകിലായിട്ട് കഫം കെട്ടിക്കിടക്കും. അപ്പോൾ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ മൂക്കിൻ്റെ ഭാഗം അടഞ്ഞു പോവുകയും ചെവിയുടെ പാടയുടെ ഉള്ളിലായിട്ട് നമുക്ക് കഫം കെട്ടിക്കിടക്കാൻ തുടങ്ങുകയും ചെയ്യും. നോർമലി ആ കഫം ചെവിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ ഒരു വഴിയാണ്. ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിലൂടെ വന്ന് മൂക്കിലൂടെ വന്ന് വായിലൂടെ വന്ന് നമ്മൾ അറിയത്തില്ല. ഇത് നോർമലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഇവരുടെ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഭാഗം അടഞ്ഞു പോയത് കാരണം ചെവിയുടെ പാടയുടെ ഉള്ളിലായിട്ട് ഈ കഫം കെട്ടിക്കിടക്കും. തുടക്കത്തിൽ കുട്ടികൾ ചെവി അടപ്പൊക്കെ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ വൺസ് ഈ കഫം ഇൻഫെക്റ്റഡ് ആയി അതിന്റെ സൈസ് കൂടി വരുമ്പോൾ ഡ്രമ്മ് ഭയങ്കരമായിട്ട് വീങ്ങാൻ തുടങ്ങും. അതായത് ചെവിയുടെ പാട വീങ്ങാൻ തുടങ്ങും. അപ്പോൾ ചെവിയുടെ പാട വീങ്ങുമ്പോൾ കുട്ടികൾ രാത്രിയുടെ കാലങ്ങളിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചെവി വേദനയായിട്ട് കുട്ടികൾ ചിലപ്പോൾ പ്രസന്റ് ചെയ്യാറുണ്ട് കാഷ്വാലിറ്റീസിലൊക്കെ. അതിന്റെ ഒരു കാരണം ഈ അഡിനോയിഡ് തന്നെയാണ്. അഡിനോയിഡ് കാരണം മൂക്കടപ്പ് ഉണ്ടാകുന്നു, അത് കാരണം ചെവി വേദനയായിട്ട് കുട്ടികൾ പ്രസന്റ് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ ഇമിറിംഗോട്ടമി എന്നുള്ള സർജറി. അത് തന്നെ. അത് ചിലപ്പോൾ ഈ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പിന്നെ ആ കഫ അവിടെ കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് ഇമിറിംഗോട്ടമി, അതായത് ചെവിന്റെ പാടയിൽ സുഷിരം ഉണ്ടാക്കിയിട്ട് കഫ എടുത്തെടുക്കും. വേണമെങ്കിൽ ഒരു ഗ്രോമറ്റ് ഇൻസെർഷൻ കൂടി ചെയ്യാൻ പറ്റും. നമ്മൾ സർജറി പറയുമ്പോഴും കുട്ടികളുടെ പാരന്റ്സിന് ഉണ്ടാവുന്ന മറ്റൊരു കൺസേണിങ് കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടാമത് വരുമോ, റിക്കറൻസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പൊ ഇതേക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോബ്ലേഷൻ മെത്തേഡ് ആയത് കാരണം അതിൻ്റെ ഉള്ളിൽ റിക്കറൻസ് റേറ്റ് വളരെ വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ചെയ്യുവാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഓഫ് ചാൻസ് ഉണ്ട് റിക്കറൻസിന്. പക്ഷേ കറക്റ്റായ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എടുക്കുകയാണെങ്കിൽ റിക്കറൻസ് റേറ്റ് വളരെ വളരെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ENT ഡിപ്പാർട്ട്മെന്റ് വെൽ എക്വിപ്ഡ് ആൻഡ് ഫുള്ളി ഫങ്ഷണലാണ്. നിങ്ങൾ 24 hours നിങ്ങൾക്ക് ENT കൺസൾട്ടന്റിന്റെ അവൈലബിലിറ്റി ഉണ്ടാവും. ഫോറിൻ ബോഡി കേസസ് എപ്പോഴും രാത്രിയാണെങ്കിലും ഇവിടെ അവൈലബിൾ ആയിരിക്കും ENT സർജൻസ്. പറഞ്ഞതുപോലെ ഈ അഡിനോയിഡിന്റെ കേസുകളിൽ നിങ്ങൾ സ്വയം ചികിത്സ തേടാതെ നിങ്ങളൊരു ENT കൺസൾട്ടന്റിന്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ ഫുൾ ടൈം ആസ്റ്റർ മിംസ് കാസർഗോഡിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അത് ഉപയോഗിക്കുക. ENT കൺസൾട്ടേഷൻസ് ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഷോർട്ട് ടൈമിൽ പറഞ്ഞു തന്ന സാറിന് ഒരുപാട് നന്ദി. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പാരൻസിനുള്ള സംശയം ഞങ്ങൾ ഒരുവിധം ദൂരീകരിച്ച് കഴിഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക്സ് മാഡം. അപ്പോൾ അഡിനോയിഡിനെ കുറിച്ചുള്ള പാരൻസിന്റെ സംശയങ്ങൾക്ക് ഒരുവിധം സൊല്യൂഷനായെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്റ്റർ മിംസ് കാസർഗോഡ് വരാവുന്നതാണ്. ഇവിടെ ഒരു വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ENT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 24 hours ഇവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. എന്ത് സംശയമുണ്ടെങ്കിലും എന്ത് ENT പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.